നമ്മൾ ഇലക്ട്രിക് ചാർജുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കുറേ സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയ രണ്ട് പോയിന്റുകളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, മെഷറബിൾ ആണ്. അതേപോലെ തന്നെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കുളം. ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതായത് ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു മെഷറിംഗ് ഡിവൈസ് അല്ല. ഉദാഹരണമായി ഇപ്പോൾ നമുക്ക് കറൻറ്റ് മെഷർ ചെയ്യണമെങ്കിൽ അമ്മീറ്റർ ഉണ്ട്. അതായത് ഇത് മെഷറിംഗ് ഡിവൈസാണ്. എത്രത്തോളം കറൻറ്റ് അതിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എത്രത്തോളം കറൻറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അമ്മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ 1 ആംപെയർ ആയിരിക്കും, അല്ലെങ്കിൽ 2 ആംപെയർ ആയിരിക്കും. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായി നമ്മുടെ കയ്യിൽ വോൾട്ട് മീറ്റർ ഉണ്ട്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിന്റുകളിൽ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടിൽ ആ വോൾട്ട് മീറ്റർ നമുക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ 1 വോൾട്ട് ആയിരിക്കാം, 2 വോൾട്ട് ആയിരിക്കാം, 3 വോൾട്ട് ആയിരിക്കാം. അങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ തെർമോമീറ്റർ ഉണ്ട്. അത് ഫാരൻഹീറ്റിലുള്ള തെർമോമീറ്റർ ഉണ്ട്, ഡിഗ്രി സെൽഷ്യസിലുള്ള തെർമോമീറ്റർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തെർമോമീറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തെർമോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കെൽവിൻ, എത്ര ഡിഗ്രി ഫാരൻഹീറ്റ്, എത്ര ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഡിവൈസുകൾ ഒക്കെ മെഷറിംഗ് ഡിവൈസുകളാണ്. അതായത് കൃത്യമായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാനായി നമുക്ക് സാധിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പാണ്. ഓക്കെ, അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതൊരു മെഷറിംഗ് ഡിവൈസ് അല്ല. ഒരു ബോഡിക്ക്, ഇതൊരു ചാർജർ ബോഡിയാണ്. ഇനിയിപ്പോൾ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഈ ബോഡി ചാർജ് ഉള്ളതാണോ അതോ ചാർജ് ഇല്ലാത്തതാണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഉപകരണമാണ് ടെസ്റ്റർ. കറൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഒരു ഉപകരണമാണ് ടെസ്റ്റർ. അതിൻ്റെ മുകളിൽ, അതിൻ്റെ ഏറ്റവും ടിപ്പ് ഭാഗത്ത് ഒരു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. അവിടെ നമ്മളൊരു എർത്ത് കൊടുക്കണം. ഏറ്റവും അപ്പുറത്തെ അറ്റത്തുള്ള ഭാഗം നമ്മൾ സോക്കറ്റിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫേസിലുള്ള ആ ഒരു സോക്കറ്റിലുള്ള ഹോളിൽ കുത്തി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓറഞ്ച് ലൈറ്റ് പ്രകാശിക്കുന്നതായി കാണാം. അതിനർത്ഥം കറൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ എത്രത്തോളം കറൻറ്റ് ഉണ്ട് എന്ന് നമുക്കൊരു ടെസ്റ്റർ പറഞ്ഞു തരില്ല. ഇതേപോലെ ടെസ്റ്ററിൻ്റെ പോലെ തന്നെ ഉള്ള ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ബോഡി, ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ബോഡി ചാർജ് ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നാമതായി ഒരു ബോക്സാണ്. നിങ്ങൾക്ക് അതൊരു ഗ്ലാസ് ബോക്സ് എടുക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബോക്സ് എടുക്കാം. ഇഷ്ടമുള്ള ടൈപ്പ് ബോക്സ് എടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു ദ്വാരം ഇട്ടിട്ടുണ്ട്. ആ ദ്വാരത്തിൽ കൂടി ഒരു മെറ്റൽ റോഡ് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊരു എൽ ഷേപ്ഡ് മെറ്റൽ റോഡാണ്. ആ മെറ്റൽ നിർബന്ധമായിട്ടും ഒരു കണ്ടക്റ്റിംഗ് ബോഡി അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. ഒരുമാതിരിപ്പെട്ട എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മെറ്റൽ റോഡ് എടുക്കാനായിട്ട് കാരണം. അതിൻ്റെ താഴെ ഒരു എൽ ഷേപ്പാണ് ഉള്ളത്. എൽ ഷേപ്ഡ് മെറ്റൽ റോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായി ഒരു മെറ്റൽ ബോബും കാണാം. ഈ മെറ്റൽ റോഡിൻ്റെ എൽ ഷേപ്പുള്ള ഭാഗത്ത് നമ്മൾ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലീഫ് വെച്ചിട്ടുണ്ട്. അതായത് താഴെ വളരെ തിന്നായിട്ട്, വളരെ ചെറിയ ഷീറ്റാക്കി മാറ്റിയ, ഗോൾഡ് കൊണ്ടാണ് ആ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചെറിയ ഷീറ്റാക്കി മാറ്റിയ ഒരു ഗോൾഡ് ലീഫ് താഴെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയാണ് അത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇതാണ് ആ എൽ ഷേപ്പ്. ഇതിൻ്റെ മുകളിലേക്കായിരിക്കും മെറ്റൽ റോഡ് വരുന്നത്. ഈ ഭാഗമാണ് അതിൻ്റെ എൽ ഷേപ്പ്. ഇവിടെ ഈ രീതിയിലായിരിക്കും ആ ഗോൾഡ് ലീഫ്
വെച്ചിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ബോഡി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിൽ വരുന്നത്. ഒരു ബോക്സ് ഉണ്ടായിരിക്കും, ഒരു മെറ്റൽ റോഡ് ഉണ്ടായിരിക്കും. ആ മെറ്റൽ റോഡിന് എൽ ഷേപ്പ് ആയിരിക്കും. ആ എൽ ഷേപ്പിൻ്റെ താഴെ ഒരു ഗോൾഡ് ലീഫ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ ഒരു മെറ്റൽ ബോബും ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. ഇനി ഒരു ബോഡി നമ്മൾ കൊണ്ടുവന്നു. ആ ബോഡി ചാർജ് ഉള്ളതാണോ അതോ ചാർജ് ഇല്ലാത്തതാണോ എന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ബോഡിയെ ഈ മെറ്റൽ ബോബുമായി ഫിസിക്കലി കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ എന്തു സംഭവിക്കും? ഈ ബോഡിക്ക് ചാർജ് ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് ചാർജുകൾ ആദ്യം മെറ്റൽ ബോബിലേക്ക് വരും. കാരണം മെറ്റൽ ബോബ് ഒരു കണ്ടക്ടറാണ്. ചാർജ് ഇല്ലാത്തതാണ് മെറ്റൽ ബോബ്. മെറ്റൽ ബോബും അതേപോലെ തന്നെ ഈ മെറ്റൽ റോഡും ഗോൾഡ് ലീഫൊന്നും തുടക്കത്തിൽ ചാർജ് ഉള്ളതല്ല. ഈ ബോഡിക്ക് ചാർജ് ഉണ്ടെങ്കിൽ ആ ബോഡിയിലത്തെ ചാർജ്, ഇതൊരു ചാർജർ ബോഡിയാണ്, ഈ ബോഡിയിലത്തെ ചാർജ് ആദ്യം മെറ്റൽ ബോബിലേക്ക് വരും, അതിനുശേഷം മെറ്റൽ റോഡിലേക്ക് വരും, അതിനുശേഷം ഏറ്റവും അവസാനം അത് ഗോൾഡ് ലീഫിലേക്ക് എത്തിച്ചേരും. ഇനി ഇത് ഒരു അൺചാർജഡ് ബോഡിയാണെങ്കിൽ, ചാർജ് ഒന്നും ഇല്ലാത്ത ബോഡിയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ല. ഇനി ഇതൊരു ചാർജഡ് ബോഡി ആണെങ്കിൽ ഇവിടെ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഗോൾഡ് ലീഫ്. ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഗോൾഡ് ലീഫിലേക്കും, അതായത് ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജുകൾ മെറ്റൽ ബോബ് വഴി, മെറ്റൽ റോഡ് വഴി എങ്ങോട്ടെത്തും? ഈ ഗോൾഡ് ലീഫിലേക്ക് എത്തും. ഇവിടെ നമ്മൾ എക്സാമ്പിളായി എടുക്കുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജഡ് ബോഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയും എടുക്കാം. നമ്മുടെ ഈ എക്സാമ്പിളിൽ എടുത്തിരിക്കുന്നത് പോസിറ്റീവ്ലി ചാർജഡ് ബോഡിയാണ്. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ മെറ്റൽ ബോബിലേക്കും തുടർന്ന് മെറ്റൽ റോഡിലേക്കും അവസാനം ഗോൾഡ് ലീഫിലേക്കും എത്തിച്ചേരും. ഗോൾഡ് ലീഫിലേക്ക് എത്തിച്ചേരുമ്പോൾ രണ്ട് ഭാഗങ്ങൾ ഗോൾഡ് ലീഫിന് ഉണ്ടായിരിക്കും. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് രണ്ടാമത്തെ ഭാഗവും. ഇവിടെ എന്തു നടക്കുമെന്ന് നോക്കാം. ഇങ്ങനെയാണ് ആ ഗോൾഡ് ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഇതിൻ്റെ റൈറ്റ് സൈഡും ഒരേപോലെ ചാർജുള്ള ഭാഗങ്ങളായി മാറ്റപ്പെടും. അതായത് പോസിറ്റീവ് ചാർജർ ബോഡിയാണ് കൊണ്ടുവന്നതെങ്കിൽ മെറ്റൽ ബോബിൽ കൂടി, മെറ്റൽ റോഡിൽ കൂടി ഈ സൈഡും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും എന്ത് ചാർജ് ഉള്ളതായി മാറും? പോസിറ്റീവ് ചാർജ് ഉള്ളതായി മാറും. നമ്മൾ ചാർജുകളുടെ സവിശേഷതകളിൽ പഠിച്ച ഒരു കാര്യമാണ് ലൈക്ക് ചാർജസ് റിപ്പൽ. അതായത് ഈ സൈഡും പോസിറ്റീവ്ലി ചാർജഡ് ആയതുകൊണ്ട് ഈ ഗോൾഡ് ലീഫ് വളരെ തിന്നാണ്. ഈ ഗോൾഡ് ലീഫ് എന്ത് ചെയ്യും? രണ്ട് ഫേസുകളും, രണ്ട് ഭാഗങ്ങളും വികർഷിക്കും, അതായത് റിപ്പൽ ചെയ്യും. ഒരു ചാർജഡ് ബോഡി ഈ മെറ്റൽ ബോബുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഗോൾഡ് ലീഫ് റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കൊണ്ടുവന്ന ബോഡി ചാർജ് ഉള്ളതാണ്. പക്ഷേ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കില്ല. എങ്കിൽ കൂടി ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇവിടെ ഒരുപാട് വികർഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ഒരുപാട് വികർഷിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഫേസുകളും, രണ്ട് ഭാഗങ്ങളും വളരെയധികം ചാർജ് ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനർത്ഥം കൊണ്ടുവന്ന ബോഡി വളരെയധികം ചാർജ് ഉള്ളതാണ്. ഇനി വളരെയധികം കുറവാണ് വികർഷിക്കുന്നുള്ളൂവെങ്കിൽ കൊണ്ടുവന്ന ബോഡിക്ക് വളരെ കുറച്ച് ചാർജ് മാത്രമേ ഉള്ളൂ. ഇനി വികർഷിക്കുന്നില്ലെങ്കിലോ കൊണ്ടുവന്ന ബോഡി ന്യൂട്രലാണ്. അതായത് ഇതിൻ്റെ ആ ഒരു വികർഷിക്കുന്ന ആംഗിൾ നോക്കി കൊണ്ടുവന്ന ചാർജിന് എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഒരുപാട് വികർഷിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ചാർജുകൾ ഉണ്ടായിരിക്കും. കുറച്ചാണ് വികർഷിക്കുന്നുള്ളൂവെങ്കിൽ കുറച്ച് ചാർജ് ഉണ്ടായിരിക്കുകയുള്ളൂ. വളരെയധികം കുറവാണെങ്കിൽ, വികർഷണം വളരെ കുറവാണെങ്കിൽ വളരെ കുറവ് ചാർജാണ്. വികർഷിക്കുന്നില്ലെങ്കിൽ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിന്, അതായത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന് ഒരു ബോഡി ചാർജ് ഉള്ളതാണോ അല്ലയോ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇത്രത്തോളം കൂളം ചാർജ് ഈ ബോഡിയിൽ പ്രസൻ്റ് ആണ് എന്ന് നമുക്ക് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് വഴി കണ്ടെത്താൻ സാധിക്കുകയില്ല. അതായത് നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിക് ടെസ്റ്റർ, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന
ആ ഒരു ഇലക്ട്രിക് ടെസ്റ്ററിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനും. ഒരു ബോഡി ചാർജ് ഉള്ളതാണോ അല്ലയോ എന്ന് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഗോൾഡ് ലീഫിൻ്റെ ചെറിയൊരു എൻലാർജ്ഡ് ഇമേജ് റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്. അതായത് ഇത് ലെഫ്റ്റ് ഭാഗമാണ്, അത് റൈറ്റ് ഭാഗമാണ്. ഒരുപാട് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ചാർജ് ഉണ്ട്, ഡൈവേർജ് ചെയ്യുന്നില്ലെങ്കിൽ ചാർജ് അവിടെ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗോൾഡ് തന്നെ എടുത്തത്, എന്തുകൊണ്ടാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പേര് വന്നത്. നമ്മുടെ സ്വർണത്തിന്, ഗോൾഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി ഉള്ളതും ഡക്റ്റിലിറ്റി ഉള്ളതും ആർക്കാണ്? ഗോൾഡിലാണ്. ഗോൾഡിനെ നമുക്ക് വളരെ ചെറിയ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ വളരെ ചെറിയ നേർത്ത കമ്പികളാക്കി മാറ്റാനും സാധിക്കും. അതുകൊണ്ട് എത്ര ചെറിയ ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും. ഷീറ്റിൻ്റെ കനം കുറയുന്തോറും ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി കൂടി വരും. ഓക്കെ, ബാക്കിയുള്ള മെറ്റലുകളാണെങ്കിൽ ഒരു പരിധി വരെ മാത്രമേ അതിൻ്റെ കനം കുറയ്ക്കാനായി സാധിക്കുകയുള്ളൂ. ഗോൾഡ് ആണെങ്കിൽ വളരെ ചെറിയ ഷീറ്റുകളാക്കി നമുക്ക് മാറ്റാനായി സാധിക്കും. ഇനി ഗോൾഡ് അവൈലബിൾ അല്ലെങ്കിൽ അലുമിനിയം എടുത്താലും സാധാരണഗതിയിൽ ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഒന്നുകൂടി പറയാം, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഒരു മെഷറിംഗ് ഡിവൈസ് അല്ല. ഒരു ബോഡി ചാർജ് ഉള്ളതാണോ അല്ലയോ എന്ന് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ.